ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണ് നമ്മുടെ വർഷയെ കണ്ടതിന് ശേഷം രേവതി ഉണ്ടായ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയാണല്ലേ. ആ ഒരു സമയത്ത് ആദ്യമൊന്നും വർഷ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. രേവതി ചേച്ചിയുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്ന രീതിക്ക് വർഷ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രേവതി കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, വർഷ എല്ലാവരും മുന്നിൽ വെച്ച് എന്നെയും എൻ്റെ വീട്ടുകാരെ അപമാനിക്കുന്ന രീതിയിലാണ് അച്ഛൻ സംസാരിക്കുന്നത്. ഇതേ രീതിയിൽ നിന്നെ ആരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷയ്ക്ക് വാക്കുകളില്ല കേട്ടോ. അതിനുശേഷം രേവതി വീണ്ടും പറയുന്നുണ്ട്, അച്ഛൻ എന്നെ കള്ളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞതായിരിക്കും എന്നൊക്കെ വർഷ പറയുന്ന നേരത്ത് ഒരു തെറ്റിദ്ധാരണയല്ല വർഷ, അച്ഛൻ മനഃപൂർവ്വം തന്നെ ഞങ്ങളെ കളിയാക്കുന്ന രീതിക്ക് സംസാരിച്ചതാണ്. ഒരു വാക്ക് പോലും ഞങ്ങളെ കൊണ്ട് പറയിക്കാൻ സമ്മതിച്ചില്ല. ആദ്യമൊക്കെ സച്ചിയേട്ടൻ ഇതെല്ലാം കേട്ട് മിണ്ടാതിരുന്നുവെങ്കിലും പിന്നീട് എന്നെപ്പറ്റിയും എൻ്റെ വീട്ടുകാരെ പറ്റിയും മാത്രമല്ല ഞാൻ മോഷ്ടിച്ചുകൊണ്ടുവന്ന പണം കൊണ്ടാണ് സച്ചിയേട്ടൻ വെള്ളം അടിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കൂടെ കേട്ടപ്പോഴേക്കുമാണ് സച്ചിയേട്ടൻ നിന്റെ അച്ഛനെ പിടിച്ച് തല്ലിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, എന്നാൽ രേവതി ചേച്ചിക്ക് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും മുന്നിൽ വെച്ച് തുറന്നു പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന നേരത്ത് അതിന് എന്തെങ്കിലും പറയാനായിട്ട് നിന്റെ അച്ഛൻ സമ്മതിച്ചെങ്കിലല്ലേ, ഞങ്ങളെ കൊണ്ട് ഒരു അക്ഷരം പോലും മിണ്ടിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല എന്നൊക്കെ രേവതി തുറന്നു പറയുകയാണ്. അതിനുശേഷം രേവതി വീണ്ടും പറയുകയാണ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടാ ഞാനാണ് മോഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടും നീ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലേ വർഷ. ആ ഒരു സമയത്ത് നീ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മതിയായിരുന്നു എനിക്ക്. അപ്പം ഞാനും കള്ളിയാണെന്ന് തന്നെയല്ലേ നീ വിശ്വസിച്ചിരുന്നത് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്ക് ഒരിക്കലില്ല രേവതി ചേച്ചി കള്ളിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, വിചാരിക്കാനും പോകുന്നില്ല. രേവതി ചേച്ചി എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നില്ല. പിന്നെ എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് ചെയ്ത തെറ്റിന് രേവതി ചേച്ചി എന്തിനാണ് പഴി കേൾക്കുന്നത് എന്നൊക്കെ വർഷ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല വർഷ. നിന്നെപ്പറ്റി എന്തിനും പറഞ്ഞത് ശ്രീകാന്തും മിണ്ടാതിരിക്കില്ല. പക്ഷേ എൻ്റെ സച്ചേട്ടൻ പരമാവധി ക്ഷമിച്ചു നിന്നു. അവസാനം സച്ചേട്ടനെ കൊണ്ട് ഒരു അക്ഷരം പോലും മിണ്ടിക്കാതെ എന്നെപ്പറ്റിയും സച്ചേട്ടനെ പറ്റിയും എൻ്റെ വീട്ടുകാരെ പറ്റിയും മാത്രമല്ല ഞാൻ മോഷ്ടിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് സച്ചേട്ടൻ നിൻ്റെ അച്ഛനെ പിടിച്ച് തല്ലിയത്. അത് ആർക്കായാലും കേട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതേ രീതിയിലാണ് നിൻ്റെ അച്ഛൻ ഞങ്ങളോടായിട്ട് പെരുമാറിയത്. അതുമാത്രമല്ല വർഷ, ഞാൻ നല്ല കുടുംബത്തിലാണ് ജനിച്ചത്. പണമില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അച്ഛൻ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മറ്റാരും പണവും സ്വത്തുക്കളും ആരും ഒന്നും തന്നെ ആഗ്രഹിക്കാതെയാണ് വളർത്തിയത്. പിന്നെ എൻ്റെ അനിയനൊരു കയ്യബദ്ധം പറ്റി, അതിൻ്റെ പേരിൽ ആ ഒരു വേദനയിലാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അങ്ങനെയുള്ള അച്ഛൻ്റെ മകളായിട്ടുള്ള ഞാൻ ഒരിക്കലും മോഷ്ടിക്കുകയില്ല. എൻ്റെ അച്ഛന് സങ്കടം പറ്റൊന്നും തന്നെ ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാൻ നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതി സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ വർഷയ്ക്ക് ഭയങ്കര സങ്കടമാവട്ടെ. അതിന് ശേഷം രേവതി പറയുകയാണ്, വർഷ നീ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് എത്രയും വേഗം വീട്ടിലേക്ക് വരണം. വീട്ടിൽ നിങ്ങളില്ലാത്തതുകൊണ്ട് ആകെ സങ്കടത്തിലാണ് എല്ലാവരും. അമ്മയാണെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല. അച്ഛനാണ് ഏത് സമയത്ത് ശ്രീകാന്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാലോ, മെഡിസിനും കാര്യങ്ങളൊന്നും കൃത്യമായി കഴിച്ചില്ല എന്നാണെങ്കിൽ അതും വളരെയധികം പ്രശ്നമാകാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് വരണം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കുന്നത് നീയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രീകാന്തിനെ കാണാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് കേട്ടോ സച്ചിയെ കാണുന്ന സമയത്ത് ശ്രീകാന്ത് വേഗം പറയുന്നുണ്ട്, എടാ അതെ അവിടെ കസ്റ്റമർ വന്നിരിക്കുന്നു, അവർക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്കുള്ളത് ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും നീ എന്നെ കസ്റ്റമർ ആക്കുവാണല്ലേ ശ്രീകാന്തെ? ഞാൻ കസ്റ്റമറായിട്ട് വന്നതല്ല, ഇവിടുത്തെ ഫുഡും കഴിച്ചിരിക്കാനും വന്നതല്ല, ഞാൻ നിന്നെ കാണാൻ വന്നാണ് സച്ചി മറുപടി പറയുന്നുണ്ട്. ഓഹോ, സച്ചിൻ എന്നെ കാണാൻ വന്നായിരുന്നില്ല, എന്താ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ എനിക്ക് നിന്നെ കാണാൻ വരാൻ പാടില്ല, അതോ ഇവിടെ ഉള്ളവരോടായിട്ട് ഞാൻ സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൂടി ഇരിക്കുന്നവരുടെ അടുത്തേക്കായിട്ട് സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, ഹലോ എൻ്റെ പേര് സച്ചി എന്നാണ്, അനിയനാണ് എന്ന രീതിക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും വേഗം ശ്രീകാന്ത് സച്ചിൻ എന്താ ഈ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ മാറ്റി നിർത്തി മറ്റൊരു സ്ഥലത്തേക്ക് ഒന്ന് സംസാരിക്കാൻ എന്നിട്ട് പറയാണ്, സച്ചിൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വന്നത് നിന്നെ കാണാനായിട്ട് വന്നാണ്. നീ എന്നാലും അവളുടെ കൂടെ അങ്ങോട്ടേക്ക് അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭാര്യ വീട്ടിൽ സുഖം പിടിച്ചപ്പോൾ നിനക്ക് വീട്ടിലേക്ക് വരുന്നതിനുള്ള താല്പര്യം പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി സച്ചി സംസാരിക്കുകയാണ് കേട്ടോ. കുറ്റപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല, സച്ചിയുടെ സങ്കടങ്ങളെല്ലാം പറയുന്ന രീതിക്ക് തന്നെ സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ അവളുടെ വീട്ടിലാണെന്ന് സച്ചി എന്നോട് ആരാ പറഞ്ഞു, ഞാൻ അവിടെയൊന്നുമല്ല, അന്നേ ദിവസം തന്നെ ഞാൻ വർഷയുടെ വീട്ടിൽ നിന്ന് പോന്നിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ഒരു ഷോക്കാവട്ടെ. സച്ചി വേഗം ചോദിക്കുന്നുണ്ട്, അവിടെയല്ലേ പിന്നെ നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരത്താണ് ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, സച്ചിയേട്ടാ ഇവൻ താമസിക്കുന്നത് ഇവിടെ തന്നെ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ അത് എവിടെയാണെന്ന് സച്ചി ചോദിക്കുന്ന നേരത്ത് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിലായിട്ട് ഒരു സ്റ്റോർ റൂം പോലത്തെ റൂമുണ്ട്, അവിടെ 3-4 പേർക്കേ കിടക്കാൻ പറ്റുള്ളൂ. ഇവരും കൂടി ചെന്നിട്ട് അവിടെ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കിടക്കുന്നത്, അവിടെ യാതൊരുവിധ സൗകര്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ പറയുന്ന സമയത്ത് വേഗം തന്നെ സച്ചി ആ റൂമിലേക്കായിട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം സച്ചിയുടെ കണ്ണ് നിറയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ റൂമിന്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ലാട്ട. ആ ഒരു ഹോട്ടലിലേക്ക് വേണ്ട
സകലമാന സാധനങ്ങളും ആ റൂമിൻ്റെ ഉള്ളിലുണ്ട്. അതുമാത്രമല്ല അതൊരു 3-4 ബെഡ് എന്ന് പറയാൻ പറ്റില്ല, ബെഡ് പോലെ എന്തൊരു സാധനം അത് നിലത്തിങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ശ്രീകാന്ത് കഴിഞ്ഞത്. ഈ ഒരു സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് സച്ചിൻ എന്തിനാ റൂമിലേക്ക് കയറി വന്നത്, അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ കുഴപ്പമില്ലാതെ ജീവിച്ചോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് നല്ലൊരു വീടുണ്ട്, പിന്നെ നീ എന്തിനാ ശ്രീകാന്ത് ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നതെന്ന് നമ്മുടെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ എന്ത് കണ്ട് ഇവിടെ വന്ന് കിടക്കുന്നത് സച്ചിയേട്ടന് അറിയാൻ പാടില്ല, ഞാൻ വീട്ടിലേക്ക് വരാത്തതിൻ്റെ കാരണം സച്ചിയേട്ടന് അറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അന്നുണ്ടായ സംഭവങ്ങൾ എന്താണെന്ന് നീ അറിഞ്ഞിരുന്നു എന്ന് നമ്മുടെ സച്ചി ചോദിക്കുമ്പോഴത്തേക്കും അറിയാം, അന്നുണ്ടായത് രേവതി ചേച്ചിനെ കളിയാക്കുന്ന രീതിക്ക് വർഷയുടെ അച്ഛൻ സംസാരിച്ചല്ലേ, വർഷയുടെ അച്ഛൻ പറഞ്ഞു അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംസാരിച്ചതാണെന്ന്, അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്കറിയാൻ പാടില്ല ശ്രീകാന്ത്, അയാൾ നല്ല പഠിച്ച കളനാണ്, അയാൾ എന്തൊക്കെ ചെയ്തതെന്ന് നിനക്കറിയാമോ, എന്നെ രേവതിയും കുറ്റപ്പെടുത്തുന്ന രീതിക്ക് സംസാരിച്ചു. ആ ദേഷ്യം വന്നെങ്കിലും അതെല്ലാം ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ അയാളോട് സംസാരിച്ചത്. പക്ഷേ അയാൾ അവസാനം രേവതിയെ കള്ളിയാണ്, രേവതിയെ മോഷ്ടിക്കുന്നതിനും ഭേദം പിച്ചെടുത്ത് ജീവിച്ചുകൂടെ എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോഴാണ് താൻ തല്ലിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ശ്രീകാന്തിനോട് വിശദമായി തന്നെ പറയാം കേട്ടോ. ആ ഒരു സമയത്ത് ശ്രീകാന്തിന് മനസ്സിലാവുകയാണ് തൻ്റെ ഏട്ടൻ മനഃപൂർവ്വം തന്നെ തല്ലിയതല്ല, അതിന് വേണ്ടിയുള്ള കാരണങ്ങൾ ഉണ്ടായി എന്നൊക്കെ. അതിനുശേഷം സച്ചി വീണ്ടും പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ എത്രയും വേഗം വീട്ടിലേക്ക് വരണം, രേവതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നേക്കാളും മുന്നേ നീയും അച്ഛനും അല്ല വേറെ ആരും തന്നെ സ്നേഹിച്ചിട്ടില്ല, അപ്പോൾ ഇതുപോലൊരു റൂമിലായിട്ട് ഞാൻ കിടക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നീ അങ്ങനെയല്ല, നിന്നെ ആ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ്, നീ വീട്ടിൽ വരാത്തതിൻ്റെ സങ്കടത്തിലാണ് വീട്ടിലെല്ലാവരും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്നിരുന്നാലും ശ്രീകാന്ത് പറയുകയാണ് വർഷയില്ലാതെ താൻ ആ വീട്ടിലേക്ക് വരികയില്ല എന്ന്. ശ്രീകാന്ത് പറയുന്ന നേരത്ത് വർഷയും കൂട്ടിക്കൊണ്ട് വരാനാണ് ഞാൻ പറഞ്ഞത്, അവളെയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിലേക്ക് വരണം, അച്ഛനാകെ സങ്കടത്തിലാണ്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാൻ പാടുള്ളതല്ലേ എന്നൊക്കെയാണ് നമ്മുടെ സച്ചി പറയുന്ന നേരത്ത് പക്ഷെ വേഗം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാണ്ട് കുറച്ച് താമസം വരും എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും അപ്പം അത് കഴിഞ്ഞിട്ടാണ് നീ വീട്ടിലേക്ക് വരുന്നുള്ളൂ, ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വരുന്നില്ല എന്നാണ്, നീ വരുന്നില്ലേ എന്ന് സച്ചി സങ്കടത്തോട് തന്നെ ചോദിക്കുന്ന സമയത്ത് വരും, പക്ഷേ എനിക്ക് കുറച്ച് താമസവും കൂടെ വരും, അവളില്ലാതെ ഞാൻ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവൾക്കത് വിഷമാവും, അതുകൊണ്ട് എനിക്ക് 2-3 ദിവസം കൊണ്ടൊന്ന് നോക്കട്ടെ, അവൾ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് സച്ചുവരായിട്ട് പറയാട്ടെ. ഈ ഒരു സമയത്താണ് റെസ്റ്റോറൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ വന്നിട്ട് പറയുന്നത്, ശ്രീകാന്ത് ഇത് നിന്നെ ഓണർ വിളിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പോകാനിരിക്കുമ്പോഴത്തേക്കും ഓണർ ആരെങ്കിലും വിളിച്ചാലേ ആവട്ടെ, എനിക്ക് ശ്രീകാന്തിനോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അയാളോടായിട്ട് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയുന്നത്, എടാ നീ പൊക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം, സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്കും, സച്ചിന് എന്ത് കാര്യത്തിന് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല, നീ വർഷയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയുന്ന നേരത്ത് വർഷയില്ലാതെ താൻ ആ വീട്ടിലേക്ക് വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പോകാനിരുങ്ങുമ്പോഴത്തേക്കും സച്ചി ശ്രീകാന്തിൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കുന്നുണ്ട്. ശ്രീകാന്ത് പതിയെ കൈ പിടിച്ചതിന് ശേഷം ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഈ ഒരു പ്രതികരണം നമ്മുടെ സച്ചിയെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ ഡബ് സ്റ്റുഡിയോയിൽ വർഷ ഡബൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ സാറ് ചോദിക്കുന്നുണ്ട്, വർഷ താലിമാല ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്ത് നല്ല രീതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ അതിനിടയ്ക്ക് ഉണ്ടായി, അതെന്തായാലും അവിടെ നിൽക്കട്ടെ, എനിക്ക് എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാനൊന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഡബ്ബിങ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം അത് സമ്മതിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി വർഷയെ കണ്ടതിന് ശേഷം നേരെ ചെല്ലുന്നത് ലക്ഷ്മിയെ കാണാനാണ്. ലക്ഷ്മിയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശരത്തും ഉണ്ടാവും കേട്ടോ. ഈ ഒരു സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അദ്ദേഹത്തിന് സച്ചി തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും തല്ലിയാണല്ലോ അദ്ദേഹത്തിന് ശീലം, എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും പിന്നോട്ടൊന്നും ചിന്തിക്കാതെ തന്നെ എല്ലാവരും തല്ലുന്ന റൗഡി സ്വഭാവം പണ്ടും ഉണ്ടല്ലോ എന്നൊക്കെയാണ് ശരത്ത് പറയുമ്പോഴത്തേക്കും നീ മിണ്ടരുത്, അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്നൊന്നും നിനക്കറിയില്ലല്ലോ, എന്നെ കള്ളിയാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം തന്നെ അവിടെ ചെയ്തതാണെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും നീ എന്തിനാ മാല എന്ന് എടുത്തതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഞാൻ പണയം വെക്കാനോ എടുത്തത്, എന്താ അമ്മയ്ക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് രേവതി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം രേവതി പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അല്ല, ഉണ്ടായ കാര്യങ്ങളൊക്കെ നീ തുറന്നു പറഞ്ഞു, പക്ഷെ നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ആ മാല എടുത്തിട്ടല്ലേ ഇപ്പം അത്രയും പ്രശ്നങ്ങളുണ്ടായി, നീ നല്ലതിന് വേണ്ടി ചെയ്തു, പക്ഷെ നിനക്ക് തന്നെ വിനയായി വന്നില്ലേ എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്ന സമയത്ത് നമുക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ചേച്ചി, നമുക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ചേച്ചിയോട് ഇങ്ങനെയൊന്നും പെരുമാറുകയില്ല എന്നൊക്കെ ശരത്ത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും പണം ഒന്നുമല്ല ശരത്തെ, പണത്തിന് മേളിലാണ് നമ്മുടെ മനസ്സ് നല്ലതാണെന്നാണെങ്കിൽ എന്തും നല്ല കാര്യങ്ങൾ തന്നെയാണ് നടക്കുകയുള്ളൂ എന്നൊക്കെ ലക്ഷ്മി പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിയുടെ മനസ്സ് നല്ലതാണ്, പക്ഷെ എൻ്റെ ചേച്ചിക്ക് നല്ല കാര്യങ്ങൾ
എന്തെങ്കിലും തന്നെ ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിക്കും രേവതിക്കും വാക്കുകളില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, നീ ഇപ്പോഴും ആന്റണിയുടെ കൂടെ നടന്ന് ജോലിക്ക് പോവാണല്ലേ, നേരായ രീതിക്ക് പണം ഉണ്ടാക്കിയതാണ് ആന്റണി നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ എന്നെ രേവതി ചോദിക്കുന്ന സമയത്ത്, എന്താണെങ്കിലും എന്താ, പണം കിട്ടിക്കഴിഞ്ഞാൽ യാതൊന്നും തന്നെ പ്രശ്നമില്ല. പണം ഏത് വഴിക്ക് വന്നു എന്ന് എങ്ങനെ കിട്ടിയെന്ന് ആരും തന്നെ ചിന്തിക്കില്ല. പണക്കാരനാണെന്ന് മാത്രമാണ് അവർ ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് രീതിക്ക് പണം ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴേ ജോലിക്ക് ഇറങ്ങിയെന്നൊക്കെ ശരത്ത് പറയുന്ന സമയത്ത്, ആന്റണിയുടെ മോഷ്ടിച്ച പണത്തിന്റെ കാര്യം നമുക്കില്ല എന്ന് രേവതി പറയുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, എൻ്റെ കാര്യം നോക്കി എനിക്കറിയാം, എൻ്റെ കാര്യത്തിൽ ആരും തന്നെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അവിടെ ദേഷ്യപ്പെട്ട് തന്നെ പോവാണ് കേട്ടോ. ഇതേ സമയം ലക്ഷ്മിയോടായിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അവനും തമ്മിൽ ഇങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത്, അവൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ്, അത് സാരമില്ല, ചിലപ്പോൾ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് അവൻ ഓക്കെ ആയിക്കോളും, വേറെ ജോലിയെക്കുറിച്ചൊക്കെ അവൻ ചിന്തിച്ചോളും, അവൻ്റെ ഭാവി നല്ല രീതിയിൽ തന്നെ പൊക്കോളും എന്നൊക്കെ ലക്ഷ്മി പറയുന്ന കൂട്ടി തന്നെ പറയുന്നുണ്ട്. അവിടെ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് നിന്റെ അമ്മായിയമ്മ എങ്ങനെയാ എന്ന് ചോദിക്കുന്ന സമയത്ത്, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, തെറ്റിച്ചിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇപ്പം അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൂടുതലായി, അത്രയേ ഉള്ളൂ. എൻ്റെ സച്ചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നിടത്തോളം ആ ഒരു കുടുംബത്തിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അമ്മേ, സച്ചേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ രേവതി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമാവാം കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.